ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് മെട്രോയിൽ കയറി നേരെ പോയത് ഇടപ്പള്ളി ലുലു മാളിലേക്കായിരുന്നു. ഞങ്ങളുടെ കൂടെ എൻ്റെ ബ്രദർ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരുമിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു. അവർക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഗെയിം, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ദിയയും കിച്ചു അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നത് കൊണ്ടിട്ട് അവർക്ക് എല്ലാ ഗെയിമിലും കയറണം എന്നുള്ളൊരു വാശിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ഓരോ നിർബന്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നാൽ പാറുക്കുട്ടി ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു പോയിട്ടുള്ളത് തന്നെ. അതുകൊണ്ടിട്ട് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അവൾ ആകെപ്പാടെ പേടിച്ച് വിറച്ചിട്ട് ഒന്നിലും കയറുന്നില്ല, കരച്ചിൽ ബഹളം അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ പാറുക്കുട്ടിനെ റെഡിയാക്കാം. അവൾ നല്ല ഉഷാറായിട്ട് എല്ലാ ഗെയിമിലും അടുത്ത തവണ കയറാം. പിന്നെ അതിന് പിന്നെ ലുലുവിൻ്റെ നമുക്ക് ഓഫർ കാർഡ് കയ്യിലുണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ചില ഗെയിമിനൊക്കെ ഒത്തിരി ഡിസ്കൗണ്ട് കിട്ടി. അതുകൊണ്ടിട്ട് അത്യാവശ്യം എല്ലാ ഗെയിമിലും കുട്ടികളെ കയറ്റാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു. കിച്ചുവിനും ദിയക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ബൈക്ക് റൈഡിങ് ആയിരുന്നു. നല്ല സൂപ്പറായിട്ട് കളിച്ച് രണ്ടാളും. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ കയറാനായിരുന്നു അവർക്ക് ഭയങ്കരമായിട്ടുള്ള ത്രില്ല്. ഇവിടുന്ന് പോയപ്പോൾ തൊട്ടേ ബൈക്ക് റൈഡിങ്ങിൽ കയറണം എന്നുള്ളൊരു നിർബന്ധം മാത്രമായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഓരോന്നോരോന്ന് കണ്ടപ്പോഴത്തേക്കിനും പിന്നെ ആവശ്യങ്ങളൊക്കെ കൂടി ട്രെയിനിൽ കയറുന്ന ദിയ. പിന്നെ ഒരു വലിയ ട്രെയിനിൽ കയറാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കയറി. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആകെപ്പാടെ കുറച്ച് പേടിച്ചൊക്കെയാണ് എല്ലാവരും ഇരുന്നത്. അതുകൊണ്ടിട്ട് ഫോണൊക്കെ പിടിച്ചിട്ടിരിക്കാനുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് അതിൻ്റെ വീഡിയോ ഞങ്ങളെല്ലാവരും അതിൽ കയറിയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനും അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാനും പറ്റാതിരുന്നത് അതുകൊണ്ടാണ്. ഒരു ഗെയിം കഴിയുമ്പോൾ അടുത്ത ഗെയിമിൽ ഇങ്ങനെ കയറി നടക്കുന്നത് കൊണ്ടിട്ട് അവിടുന്ന് പോരാനായിട്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട്. ദിയനെ അടുത്ത ദിവസം വീണ്ടും കൊണ്ടുപോകാമെന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടാണ് ദിയ അവിടുന്ന് ഞങ്ങളോട് പോരാൻ തയ്യാറായത്. അവിടെ ഇരുന്ന് കരച്ചിലും ബഹളം ആകെ പ്രശ്നമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടിയൊക്കെ ഇടയ്ക്കല്ലേ ഇവരെ കൂടെ പോകുന്നതെന്ന് ഓർത്ത് വീണ്ടും കുറേ സമയം കൂടി ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടാണ് ഞങ്ങളന്ന് പോകുന്നത്. അവിടുന്ന് പോകുന്നത് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ സത്യത്തിൽ ശരിക്കും. പിന്നെ ഞങ്ങൾ കുമ്പളം സ്വർഗം റെസ്റ്റോറൻറ്റിൽ കൂടി കയറാമെന്നൊരു പ്ലാനിങ്ങിലാണ് പോയത്. അതുകൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയി. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒത്തിരി ലേറ്റായി വീട്ടിലെത്തിയപ്പോൾ. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു ദിവസം നല്ല അടിച്ചു പൊളിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.